അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബ്രാക്കറ്റിലുള്ളതൊന്ന് നോക്കാം. ഒന്നാമത്തെ അൽ ഫാത്തിഹ, 2 ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, 4 ഇഖ്ലാസ്, 5 ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അതിൽ ഒന്നാമത്തെ ചോദ്യം സുലുസുൽ ഖുർആൻ. അപ്പോൾ ഈ സുലുസുൽ ഖുർആൻ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ് വരിക? അൽ ഇഖ്ലാസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ നിന്നും ഇഖ്ലാസ് എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് സുബൈറു, അതിനോട് യോജിച്ചത് ഏതാണ്? ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്നെഴുതുക. മൂന്നാമത്തത് സഗീദു, അതിനോട് യോജിച്ചത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. സഗീദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് നാലാമത്തതാണ് ഉമ്മുൽ ഖുർആൻ, അതിനോട് യോജിച്ചത് ഏതാണ്? അൽ ഫാത്തിഹ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫാത്തിഹ എന്ന് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് സഅദ് ഡാഷ്. അപ്പോൾ അവിടെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്തുക. അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഓപ്ഷൻസിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത്, ഭയങ്കരമായ ഒരു തീ പുറപ്പെടും മശ്രിഖിൽ, യമനിൽ, മഗ്രിബിൽ. എവിടെയാണ്? യമനിൽ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇമാം ഷാഫിഈ, ഇമാം മാലികി, അബുൽ ഹസനിൽ അശ്അരി. ഏതാണ്? അബുൽ ഹസനിൽ അശ്അരി എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, ഭ്രമണ പദത്തിൽ നീന്തുന്നു ഗോളങ്ങൾ, മത്സ്യങ്ങൾ, കപ്പലുകൾ. ഏതാണ് ശരി? ഗോളങ്ങൾ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ ശിർക്ക്, റിദ്ദത്ത്, നിഫാഖ്. ഏതാണ് ശരി? റിദ്ദത്ത് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് 5ാമത്തത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉമർ റളിയല്ലാഹു അൻഹു, മൂസ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനം. അവിടെ 5 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. അപ്പോൾ മുബ്തദിഉകൾ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത്, സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത്. അതിന് പറയുന്നത് എന്താണ്? ആയിബ് എന്നുള്ളതാണ്. ഓയിബ് എന്നതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്, അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ. അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ അവിടെ അള്ളാഹു എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ചു? ഹിറാ ഗുഹയിൽ. അപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ചാണ് ഖുർആനിൻ്റെ അവതരണാരംഭം. ഇനി 5ാമത്തെ ചോദ്യം, പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇഹലോകം. അപ്പോൾ ഇഹലോകമാണ് പരലോകത്തേക്കുള്ള കൃഷിയിടം. നാലാമത്തത്, എണ്ണം എഴുതുക എന്നുള്ളതാണ്. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1, സൂറത്തു മക്കിയയുടെ എണ്ണം. സൂറത്തു മക്കിയയുടെ എണ്ണം എത്രയാണ്? 86 ആണ്. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ എത്രയാണ്? 3. അപ്പോൾ 3 കിതാബുകളാണ് ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, സൂറത്തു മദനിയയുടെ എണ്ണം. സൂറത്തു മദനിയയുടെ എണ്ണം എത്രയാണ്? 28 ആണ്.
ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇന്ന ഡാഷ് അദ്ദിക്റ ഡാഷ് ലഹാഫിദൂൻ. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതും എങ്ങനെ വരും? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് വരും. രണ്ടാമത്തേതോ അലാ ഇന്ന ഡാഷ് ലാ ഖൗഫുൻ ഡാഷ് യഹ്സനൂൻ. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് വരും. മൂന്നാമത്തത് അഷ്ഹദു ഡാഷ് അല്ലാഹു വ അഷ്ഹദു ഡാഷ് അല്ലാഹി ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ ഡാഷ് അൽ ഇസ്ലാമി. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാമി എന്ന് വരും. ഇനി ആറാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് അദ്ദുആ എന്നാൽ എന്ത്? ദുആ എന്നാൽ എന്ത്? എന്താണ് അതിൻ്റെ ഉത്തരം? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ഒന്നുകൂടെ നോക്കാം. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന, അതിനാണ് എന്ത് പറയുക? ദുആ എന്ന് പറയുക. ഇനി രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏത്? ഏതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം? അസുന്നത്തു വൽ ജമാഅ. അസുന്നത്തു വൽ ജമാഅത്താണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. 3 ഇജ്മാ എന്നാൽ എന്ത്? ഉത്തരം ഒരു കാലഘട്ടത്തിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. അപ്പോൾ അതിനാണ് എന്ത് പറയുക? ഇജ്മാ എന്ന് പറയുക. നാലാമത്തത് നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? ഉത്തരം ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം. ഒന്നുകൂടെ നോക്കാം. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം. ഇതായിരുന്നു നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവ്. ഇനി ഏഴാമത്തെ പ്രവർത്തനം സാരം എഴുതുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് സുബ്ഹാന റബ്ബിൽ അഅ്ലാ വ ബിഹംദിഹി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരിക? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം. അതാണ് സുബ്ഹാന റബ്ബിൽ അഅ്ലാ വ ബിഹംദിഹി എന്നുള്ളതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ഇന്ന ശിർക ലദുൽമുൻ അദീം. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി 8ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. അപ്പം അതിനാണ് എന്ത് പറയുക? ഇബാദത്ത് എന്ന് പറയുക. രണ്ടാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതുക എന്നുള്ളതാണ്. ബിദ്അത്ത് അനാചാരം. അപ്പം ബിദ്അത്തിൻ്റെ അർത്ഥം അനാചാരം. 2 ഇബാദത്ത് ആരാധന. 3 ഇൽമുൽ ഗൈബ് അദൃശ്യ ജ്ഞാനം. 4 ദാത്ത് സത്ത. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.